എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 26. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംഭാത്തെ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷരേ ഗോവിന്ദരണേ. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം പശ്യതി സോഹം ആത്മജ്ഞാനാനവിഹീനാമൂഢ പശ്യന്തി നരകനിഗൂഢ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാ കാമക്രോധ ലോപമോഹങ്ങൾ വെടിഞ്ഞ് ആത്മാവിനെ സോഹം അവനാണ് ഞാൻ എന്ന് പശ്യതി സാധകൻ കാണുന്നു. ആത്മജ്ഞാനവിഹീന മൂഢ ആത്മജ്ഞാനമില്ലാത്തവൻ മൂഢരത്രേ. നരകനിഗൂഢാതെ പച്യന്തി നരകത്തിൽ കിടന്ന് അവർ എരിപൊരികൊള്ളുന്നു. എങ്ങനെയായാൽ സാധകന് ആത്മസാക്ഷാത്കാരം നേടാമെന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സർവ്വവികാരങ്ങളിൽ നിന്നും പൂർണ്ണമോചനം നേടാതെ ബഹിർമുഖത വിടാതെ അന്തരാത്മാവിനെ കാണാനോ നിരതിശയമായ ആത്മാനന്ദം അനുഭവിക്കാനോ ആവില്ല. എന്നാൽ കാമക്രോധലോപമോഹങ്ങൾ വെടിഞ്ഞ് ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി സാധകൻ ആത്മദർശനത്തിന് പ്രയത്നിക്കണം. ഇങ്ങനെ പ്രയത്നിച്ച് കിട്ടുന്ന ആത്മദർശനമുണ്ടല്ലോ, അത് നാം ലോകത്തിലെ വസ്തുക്കളെ കാണും പോലെയോ അറിയും പോലെയോ ഒന്നുമല്ല. വസ്തുക്കളെ സംബന്ധിച്ച അറിവേ നമുക്കിന്നുള്ളൂ. അതായത് നമ്മിൽ നിന്ന് അന്യമായ പല വസ്തുക്കളെയും നാം അറിയുന്ന ഞാൻ വേറെ, എൻ്റെ അറിവിന് വിഷയമായ വസ്തു വേറെ. ഈ സാധാരണ അറിവ് പോലെയല്ല ആത്മജ്ഞാനം. എനിക്ക് അഥവാ ആത്മാവിനെ എന്നിൽ നിന്ന് ആത്മാവിൽ നിന്ന് അന്യമായി കാണാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ എന്നെ അഥവാ ആത്മാവിനെ അറിഞ്ഞു എന്നതിന് ആത്മാവാണ് ഞാൻ, സ അഹം സോഹം എന്ന സത്യാനുഭവം എനിക്ക് കൈവന്നു എന്നർത്ഥം. മറവിൽ പെട്ടുപോയ ഒന്നിനെ കണ്ടെത്തും പോലെയാണെന്നതെന്ന് പറയാം. ചിലപ്പോൾ താക്കോൽ കാണാതെ പരിഭ്രമിച്ച് നാം പലയിടത്തും തിരയാറുണ്ട്. അവസാനം സ്വന്തം പോക്കറ്റിൽ നിന്ന് അത് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ താക്കോൽ കിട്ടി എന്ന് നാം പറയാറുണ്ട്. എന്നാൽ ഇവിടെ കിട്ടുക എന്നത് വാസ്തവത്തിൽ ഉണ്ടായിട്ടല്ല. താക്കോൽ കീശയിൽ തന്നെ കിടന്നിരുന്ന വസ്തുത അറിയാതെ നഷ്ടപ്പെട്ടുവെന്ന് കരുതി കണ്ടെത്തിയപ്പോൾ താക്കോൽ കിട്ടി എന്ന് ഔപചാരികമായി പറഞ്ഞു എന്ന് മാത്രം. അറിയപ്പെടേണ്ടതും അനുഭവിക്കപ്പെടേണ്ടതുമായ പരമസത്യം അഥവാ ആത്മാവ് മനുഷ്യന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ്. കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയ മനസ്സിലെ വികാരങ്ങൾ അതിനെ നമ്മിൽ നിന്ന് മറച്ചു പിടിച്ച് മട്ടാണിപ്പോൾ. പ്രസ്തുത വിക്ഷേപങ്ങൾ അടങ്ങിയാൽ അവയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്നിരുന്ന പരമാത്മാവ് സ്വയം വെളിപ്പെടും. മരച്ചുവട്ടിൽ കൃഷ്ണന്റെ വരവും കാത്തിരുന്ന രാധയുടെ ക്ഷമ നശിക്കാൻ തുടങ്ങി. ഉള്ളിൽ കോപം വരുന്നുമുണ്ട്, കൂടെ പരിഭ്രമവും. അപ്പോഴതാ പിന്നിലൂടെ 2 കരുത്ത കൈകൾ രാധയുടെ ഇരു കണ്ണുകളും പൊട്ടുന്നു. അവൾ പ്രതിഷേധിക്കുന്നു, ദേഷ്യപ്പെടുന്നു, വ്യസനം സഹിക്കുന്നില്ല, വല്ലാതെ പേടിച്ചിട്ടുമുണ്ട്. തൻ്റെ കണ്ണുകൾ പൊത്തിയ കൈകളെ പിടിച്ചു മാറ്റാനാവുന്നതും ശ്രമിച്ചു നോക്കുന്നു. ചില നിലവിളിച്ചുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. അവസാനമാണ് അറിയുന്നത് തൻ്റെ കണ്ണുകൾ പൊത്തിയ കൈകൾ മറ്റാരുടേതുമല്ല, ഞാൻ